നെഹ്റു കുടുംബത്തിൽ നിന്ന് കേരളത്തിന് ഒരു എംപിയെ കൂടി കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും കേരളത്തിലെ വയനാട്ടിലും മത്സരിച്ച രാഹുൽ ഗാന്ധി രണ്ടിടത്തു നിന്നും മിന്നുന്ന വിജയമാണ് നേടിയത്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു മണ്ഡലം ഉപേക്ഷിക്കണം. റായ്ബറേലി നിലനിർത്താനും വയനാട് ഒഴിവാക്കാനുമാണ് കോൺഗ്രസിന്റെ നേതൃയോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. വയനാട് പൊയ്ക്കോ, വയനാടിന് വേണ്ട എന്ന് പറഞ്ഞ് കയ്യും വീശി നടന്നു പോവുകയല്ല രാഹുൽ ഗാന്ധി ചെയ്തത്. അദ്ദേഹം വയനാടിനെ സഹോദരിയായ പ്രിയങ്കയുടെ കൈകളിൽ ഫലമേൽപ്പിച്ചിട്ടാണ് റായ്ബറേലിയെ സ്വീകരിക്കുന്നത്. ഇതത്ര അപ്രതീക്ഷിതമായ തീരുമാനമൊന്നുമല്ല. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഠിക്കുന്ന ആർക്കും രാഹുൽ ഗാന്ധി തീർച്ചയായും റായ്ബറേലി നിലനിർത്തും എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. അല്പം സംശയമുണ്ടായിരുന്നത് വയനാടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുമോ എന്നുള്ളത് മാത്രമായിരുന്നു. പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്ത് അതിശക്തമായിട്ട് കോൺഗ്രസിന് വേണ്ടി പോരാടിയ ഒരാളാണ്. അപ്പൊ ഇവിടെ മത്സരിക്കാൻ വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതനുസരിച്ച് അതിന് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു വൈകാരികമായ ബന്ധം, വയനാടുമായുള്ള ഒരു ഇമോഷണൽ കണക്ട് അദ്ദേഹത്തിനുണ്ട്. അത് വെച്ചുകൊണ്ട് അദ്ദേഹം സഹോദരിയോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. അവരത് സ്വീകരിക്കുകയും ചെയ്തു. ഈ ഇമോഷണൽ കണക്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, പലപ്പോഴും ദേശീയ നേതാക്കള് അവരുടേതല്ലാത്ത സംസ്ഥാനങ്ങളിലൊക്കെ മത്സരിച്ച ധാരാളം അനുഭവങ്ങളുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി മോഡി തന്നെ വാരണാസിയിൽ നിന്നാണ് ജയിക്കുന്നത്. അദ്ദേഹം ഗുജറാത്തുകാരനാണ്. അതുപോലെ ഇന്ദിരാഗാന്ധി കർണാടകയിലെ ചിക്മംഗളൂരിലും ആന്ധ്രാപ്രദേശിലെ മേഡക്കിലുമൊക്കെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. മോഡി അവിടെയാണ് വീണ്ടും മത്സരിച്ചതെങ്കിലും ഇന്ദിരാഗാന്ധി നാം നേരത്തെ പറഞ്ഞ മണ്ഡലങ്ങൾ പിന്നീട് നിലനിർത്തുകയുണ്ടായില്ല. പക്ഷേ വയനാടും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു തലമാണ് ഉള്ളത്. വയനാട് രാഹുൽ ഗാന്ധിയെ അത്രമേൽ സ്നേഹിച്ചു, അതിലേറ്റു സ്നേഹിച്ചു. ആ സ്നേഹം രാഹുൽ ഗാന്ധി വയനാടിന് തിരികെ നൽകുകയും ചെയ്തു. 2019 3.89 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വയനാട് രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയച്ചത്. 2024 ഭൂരിപക്ഷം 3.64 ലക്ഷമായിരുന്നു. ആ ഒരു സ്നേഹബന്ധം പക്ഷെ രാഷ്ട്രീയ കാരണങ്ങളാൽ അദ്ദേഹത്തിന് റായ്ബറേലി നിലനിർത്തേണ്ടി വന്നപ്പോൾ രാഹുൽ ഗാന്ധി നാം നേരത്തെ പറഞ്ഞതുപോലെ വയനാടിനെ ബലിഷ്ഠമായ കരങ്ങളിൽ, സ്നേഹസമ്പന്നമായ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചിട്ട്, പ്രിയങ്കയെ ഏൽപ്പിച്ചിട്ടാണ് റായ്ബറേലി നിലനിർത്തുന്നത്. വയനാടിനെ വെറുതെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തെയും അതുവഴി വയനാടിനെയും വഞ്ചിച്ചു, അല്ലെങ്കിൽ അവരോട് നന്ദികേട് കാട്ടി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഒക്കെ ഉയരുമായിരുന്നു. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നെഹ്റു കുടുംബം വയനാട് എന്ന് പറയുന്ന കേരളത്തിന്റെ മണ്ഡലത്തെ വീണ്ടും ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ തീരുമാനം വളരെ ഉചിതമാണ്. 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള ധാരണകൾ വളരെ വളരെ മാറിയിട്ടുണ്ട്. ആ പെർസെപ്ഷൻ വലിയ തോതിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് മോദിക്കെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ പോരാട്ടം നടത്താൻ കഴിയുന്ന ഏക നേതാവ് എന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധി വളർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ദേശീയ തലത്തിൽ വേണം, UP വേണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് റായ്ബറേലി അദ്ദേഹം സ്വീകരിക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസിന്റെ ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പഴയ പ്രതാപത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അതിന്
യു പി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. യു പി നേടുന്നവരാരാണോ അവർ ഇന്ത്യ ഭരിക്കും എന്നുള്ളതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ നാം അനുഭവിച്ചു പോരുന്ന ഒരു സത്യം, അല്ലെങ്കിൽ നാം മനസ്സിലാക്കി പോരുന്ന ഒരു സത്യം. അപ്പൊ യു പി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ റായ്ബറേലി മാത്രമാണ് ജയിച്ചതെങ്കിൽ ഇക്കുറി 6 സീറ്റുകൾ വിജയിച്ചു. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 3.9 ലക്ഷത്തിലേറെയാണ്. 2019 സോണിയാഗാന്ധിക്ക് പോലും 1.67 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ദൈവിക പരിവേഷമണിഞ്ഞ് പുണ്യനഗരമായ വാരണാസിയിൽ മത്സരിച്ച പ്രധാനമന്ത്രി മോദിക്ക് പോലും 1.52 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. അപ്പോഴാണ് റായ്ബറേലിയിലെ ജനങ്ങള് രാഹുൽ ഗാന്ധിയെ 3.9 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചത്. അപ്പോൾ യു പി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. അവിടെ ചില അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. പണ്ട് കോൺഗ്രസിന്റെ അടിത്തറ എന്ന് പറയുന്നത് ദളിതരും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ബ്രാഹ്മണരും അടങ്ങുന്ന ഒരു വിഭാഗമായിരുന്നു. ആ സെഗ്മെന്റാണ് കാലാകാലങ്ങളിൽ യു പിയിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറി. ബാബരി മസ്ജിദിന്റെ വീഴ്ചയ്ക്ക് ശേഷം മുസ്ലിങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയി. കൻഷുറാമിന്റെയും മായാവതിയുടെയും നേതൃത്വത്തിൽ BSP വന്നപ്പോൾ ദളിതര അവരോടൊപ്പം പോയി, ബ്രാഹ്മണര് BJPക്കൊപ്പമായി. അങ്ങനെയാണ് യു പിയില് കോൺഗ്രസ് അങ്ങ് വല്ലാതെ കോലം കെട്ടുപോയത്. ഇപ്പോ BSP അല്ലെങ്കിൽ മായാവതിയുടെ BSP അവരുടെ ദളിത് വോട്ടുകൾ ഛിന്ന ഭിന്നമായിരിക്കുക. 19% വോട്ട് ഷെയർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ അത് വെറും 9% മാത്രമാണ്. ആ ദളിത് വോട്ടുകളുടെ ഒരു നല്ല ശതമാനം കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ ദളിത് വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കോൺഗ്രസിന് സാധിക്കും. അതുപോലെ മുസ്ലിം വോട്ടുകൾ അവരെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ യു പി കേന്ദ്രീകരിച്ച് കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവിനും അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പിനും വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ആയിരിക്കെ അദ്ദേഹം റായ്ബറേലി സീറ്റ് നിലനിർത്തുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. സോണിയാഗാന്ധി ഇപ്പോൾ തന്നെ രാജ്യസഭാംഗമാണ്. രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും റായ്ബറേലി സീറ്റ് നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. ഇനി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ വീണ്ടും ഉയർന്നു വരാവുന്ന ഒരു വാദം എന്ന് പറയുന്നത് കുടുംബവാഴ്ച എന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷേ കുടുംബവാഴ്ചയെക്കുറിച്ച് പണ്ടൊക്കെ പറഞ്ഞു പോന്നിരുന്ന ആക്ഷേപങ്ങൾക്ക് ഇന്ന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ കുടുംബവാഴ്ച അല്ല പ്രശ്നം. നെഹ്റു കുടുംബത്തിൽ നിന്ന് പുതിയൊരാൾ കൂടി നേതൃത്വത്തിലേക്ക് വരുന്നു എന്നുള്ളതല്ല പ്രശ്നം. പ്രിയങ്ക നേരത്തെ തന്നെ ദേശീയ നേതൃത്വത്തിലുണ്ട്, പ്രവർത്തക സമിതി അംഗമാണ്, AICC ജനറൽ സെക്രട്ടറിയാണ്, ഇപ്പോൾ ലോക്സഭയിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. ഇപ്പൊ ഈ കുടുംബവാഴ്ച എന്ന വാദത്തെക്കാൾ പ്രസക്തി BJPയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ പോരാട്ടം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ആ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ശക്തമായ പിന്തുണ ലഭിക്കുക അദ്ദേഹത്തിന്റെ സഹോദരിയിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കോൺഗ്രസിന്റെ മൂർച്ചയുള്ള നാവായിരുന്നു പ്രിയങ്ക ഗാന്ധി. അവര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പോലും നേർക്കുനേർ നിന്ന് സംസാരിക്കാൻ ധൈര്യപ്പെടുകയും അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും ചെയ്ത ഒരാളാണ്. പ്രവർത്തകർക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. ആളുകളുമായി വല്ലാതെ അടുത്ത് ഇടപഴകാൻ കഴിവുള്ള, വളരെ ഹൃദ്യമായിട്ട് പെരുമാറാൻ കഴിവുള്ള ആളാണ്. നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുള്ള ആളാണ്. രാഹുലിനെ പോലെ തന്നെ ആളുകളുമായി സംവദിക്കാൻ അവർക്കുള്ള കഴിവ് ഒരു പ്രത്യേക ശേഷി തന്നെയാണ്. അതുപോലെ തന്നെ നല്ല പെരുമാറ്റം കൊണ്ട് അവരാളുകളുടെ സ്നേഹവും ഇഷ്ടവും നേടിയെടുക്കുന്നുണ്ട്. ഇതിനേക്കാൾ എല്ലാം ഉപരി ഒരു രണ്ടാം ഇന്ദിര എന്ന ഒരു കരിഷ്മ പ്രിയങ്ക ഗാന്ധിക്കുണ്ട്. ഈ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനെ
തിരിച്ചു കൊണ്ടുവരുവാനും വീണ്ടെടുക്കുവാനുമുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങൾക്ക്, ബി ജെ പിയുടെ ഫാസിസ്റ്റ് നയങ്ങളോട് പോരാടാനുള്ള കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ശ്രമങ്ങൾക്ക്, പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയിലെ സാന്നിധ്യം വളരെയേറെ സഹായകരമാകും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട വൻ വിജയം, UDFിന്റെ 18 സീറ്റുകളുടെ വിജയം, അത് ആവർത്തിക്കാൻ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കണമെങ്കിൽ പ്രിയങ്കയെ പോലുള്ള ആളുകളുടെ പിന്തുണ വളരെ സഹായകരമായിരിക്കും. 2 വർഷം കഴിഞ്ഞ് കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോഴും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കോൺഗ്രസിനും കേരളത്തിലെ UDFിനും വളരെ പ്രയോജനകരമായിരിക്കും. നേരത്തെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാനായിട്ട് വരുമ്പോൾ അന്നത്തെ എതിർകക്ഷികൾ ഉയർത്തിയിരുന്ന BJP അടക്കമുള്ള ഇടതുപക്ഷം അടക്കമുള്ള എതിർകക്ഷികൾ ഉയർത്തിയിരുന്ന വിഘടവാദവുമായി ഇപ്പോഴും ചില പണ്ഡിതന്മാര്, രാഷ്ട്രീയ വിദഗ്ധന്മാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇടത് മുന്നണിയുടെ പ്രസക്തി ഇല്ലാതാക്കത്തക്ക വിധത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്നാണ് ചില വിദഗ്ധരുടെ അഭിപ്രായം അല്ലെങ്കിൽ നിർദ്ദേശം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഇല്ലാതാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. UDFിന്റെ ഏറ്റവും ശക്തമായ ഒരു സീറ്റാണ് വയനാട് എന്ന് പറയുന്നത്. അവിടെ ആര് മത്സരിച്ചാലും ജയിക്കും. അവിടെ കോൺഗ്രസ് ഏറ്റവും പറ്റിയ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നു, അവർ ജയിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണിയുടെ അല്ലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ, ഇടതുപക്ഷ ശക്തിയുടെ പ്രസക്തി ഇല്ലാതാകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് BJPയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ശക്തി കുറയുന്നത് എന്നൊന്നും മനസ്സിലാകുന്നില്ല. കേരളത്തിലെ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങൾ BJPയോട് അടുക്കുന്നു എന്ന് കരുതപ്പെടാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ ശക്തി അല്ലെങ്കിൽ അവരുടെ പ്രസക്തിയെ ബാധിക്കുന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കരുതെന്നൊക്കെ പറയുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ന്യൂനപക്ഷത്തിൽ ആരെങ്കിലും BJPയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയും കുറെ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും അവരെ ആ ന്യൂനപക്ഷങ്ങളെ മതനിരപേക്ഷ ശക്തികളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുവാനും ഏറെ കഴിയുന്നത് പ്രിയങ്ക ഗാന്ധിക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കളുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. ആദ്യം പ്രതികരിച്ചത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. വയനാട് വിട്ടുകൊടുക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം കോൺഗ്രസിന്റെ രാഷ്ട്രീയ വഞ്ചന ആണെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാവുന്നില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. രാഹുൽ ഗാന്ധിയെ വേഷം കെട്ടിച്ചുകൊണ്ടൊന്ന് ഇവിടെ മത്സരിപ്പിച്ചു, ജയിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ രാജിവെപ്പിക്കുന്നു. ഇത് രാഷ്ട്രീയ നാടകമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വാസ്തവത്തില് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള ഒരു തീരുമാനം വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തെയാണ്. ഇതൊരു പൊതു തെരഞ്ഞെടുപ്പല്ല. ഒരു മുന്നണിയുടെയും വിജയത്തെയും പരാജയത്തെയും ഒന്നും നിശ്ചയിക്കുന്ന ഒന്നല്ല. ഭരണരംഗത്ത് ബലാബലത്തെ ബാധിക്കുന്ന ഒന്നല്ല ഈ തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിജയം. ആ സാഹചര്യത്തിൽ വിശാല പ്രതിപക്ഷ ഐക്യം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വാസ്തവത്തിൽ ഇടതുപക്ഷം അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ കൊടുക്കാൻ ഇടതു മുന്നണി തയ്യാറാവുകയാണ് വേണ്ടത്. അല്ലാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നിട്ടും ഇടതു മുന്നണിയും UDFും തമ്മിൽ മത്സരിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ആ ഒരു തീരുമാനം ഇടതു മുന്നണിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വിനയ് വിശ്വം പറയുന്നത് നല്ല മത്സരം കൊടുത്ത് ഇതിന് മറുപടി പറയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ്. അത് ആ പാർട്ടിയുടെ സ്വാതന്ത്ര്യമാണ്.
ഇടതുമുന്നണിയുടെ സ്വാതന്ത്ര്യമാണ്. അവിടെ അവർ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നതിനെ പറ്റി ആർക്കും എതിരഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് ശ്രീ ബിനോയ് വിശ്വത്തോട്. ഒരു നല്ല മത്സരം കൊടുത്ത് മറുപടി പറയാനാണ് താങ്കളും താങ്കളുടെ പാർട്ടിയും ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കളുടെ ഈ CPIയിലെ താങ്കളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരു ബലിയാടിനെ കണ്ടെത്തി അവിടെ മത്സരിപ്പിക്കാതെ താങ്കൾ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. താങ്കള് CPIയുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവായിരുന്നു. ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പാർട്ടി സെന്ററിൽ ഡൽഹിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ആ അനുഭവ സമ്പത്തും പരിചയവും ഉണ്ട്. അതുകൊണ്ട് അങ്ങ് തന്നെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ തയ്യാറാണോ? അങ്ങനെ നല്ലൊരു മത്സരം കൊടുത്ത് കോൺഗ്രസിനും അല്ലെങ്കിൽ UDFനും മറുപടി നൽകാനുള്ള ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കണം. ഇത് കോൺഗ്രസിന്റെ സീറ്റാണ്. ആരെ നിർത്തിയാൽ UDF ജയിക്കുന്ന സീറ്റാണ്. ആ സീറ്റിൽ രാഹുൽ ഗാന്ധി ഒഴിയുന്നു. ആ സീറ്റിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തുന്നു. ഇതിനപ്പുറത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് കൂടുതൽ അലങ്കാര പണികളൊന്നും നടത്തിയിട്ടും കാര്യമില്ല. കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുണ്ടാകാവുന്ന വിവാദങ്ങൾക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞത് വയനാടിന് ഇനി 2 MP മാരുണ്ടാവും. ഒന്ന് ഞാൻ, മറ്റൊന്ന് പ്രിയങ്ക ഗാന്ധി. അതോടൊപ്പം ചേർത്ത് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, വയനാട്ടുകാർക്ക് എൻ്റെ ജ്യേഷ്ഠന്റെ അസാന്നിധ്യം ഫീൽ ചെയ്യാത്ത രീതിയിൽ ഞാൻ ആ മണ്ഡലത്തെ നോക്കും.